ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന. ഞാൻ വരുന്നത് വൈക്കം കൊട്ടാരപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 11/10/2023 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ 2023 മെയ്യിൽ എൻ്റെ ജർമ്മൻ പഠനം പൂർത്തിയാക്കിയതാണ്. ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത് എൻ്റെ ചേച്ചി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ആളാണ്. ഞങ്ങൾ റിലേറ്റീവ്സ് വഴി കൃപാസനത്തെ പറ്റി കേൾക്കുകയും ചേച്ചിക്ക് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2023 സെപ്റ്റംബറിൽ ചേച്ചിക്ക് ഫ്രാൻസിൽ പോകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിയുന്നത്. അങ്ങനെ ചേച്ചിയുടെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് എനിക്കും നല്ല വിശ്വാസമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ 2023 ഒക്ടോബറിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തെങ്കിലും അത് കഴിഞ്ഞിട്ടും എനിക്ക് ഡേറ്റ് അടുത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകണമെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ FSJക്ക് പോകാൻ. അതിനാകുമ്പോൾ എനിക്ക് B1 എങ്കിലും മതി. അങ്ങനെ ഞാൻ B1ന് ഡേറ്റ് എടുത്തു. ഏജൻറ്റ് വഴിയാണ് ഡേറ്റ് എടുത്തത്. അങ്ങനെ എനിക്ക് 3 മൊഡ്യൂളിനുള്ള ഡേറ്റാണ് കിട്ടിയത്. ഞാൻ അങ്ങനെ ആ 3 മൊഡ്യൂളിൽ പോയി അറ്റൻഡ് ചെയ്തു. റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു എനിക്ക് കിട്ടിയ മൊഡ്യൂൾസ്. ഞാനത് എൻ്റെ ഉടമ്പടി കാശുരൂപവും പിന്നെ എൻ്റെ നെറ്റിയിൽ തൈലമൊക്കെ പുരട്ടി പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. അത്യാവശ്യം എളുപ്പമായിട്ടൊക്കെയാണ് തോന്നിയേ. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ മെയ് മാസമായിരുന്നു. അപ്പോൾ ഇവിടെ മെയ് മാസം വണക്കം നടക്കുന്നുണ്ടായിരുന്നു മാതാവിൻ്റെ. അതിൽ ഞാൻ ഡെയിലി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഡെയിലി കൊന്ത ചൊല്ലി. 4 കൊന്തെങ്കിലും ഡെയിലി ഞാൻ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മെയ്യിൽ തന്നെ B2നുള്ള ഡേറ്റും കിട്ടി. അപ്പോൾ ഞാൻ B2 എക്സാമിൻ്റെ രജിസ്ട്രേഷന് പോയിട്ട് പിറ്റേ ദിവസം ഇവിടെ വന്ന് പത്രം വാങ്ങിക്കാൻ വന്നു. ആ മാസത്തെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാനും അപ്പച്ചനും കൂടെ ഇവിടെ പത്രം വാങ്ങിക്കാൻ വന്നു. അപ്പോൾ അപ്പച്ചൻ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോഴേക്കുമാണ് എനിക്ക് മെയിൽ വരുന്നത്, എനിക്ക് റിസൾട്ട് വന്നെന്നും പറഞ്ഞ്. ഞാനപ്പോൾ അവിടെയുള്ള കൗണ്ടറിൻ്റെ അവിടെയുള്ള ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ എൻ്റെ ഫോൺ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നിരിക്കുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത 3 മൊഡ്യൂളും ഞാൻ പാസ്സായി. അന്ന് തന്നെ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എൻ്റെ B2 എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും പിന്നെ എല്ലാവർക്കും കാശുരൂപം തരികയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എക്സാമിന് പോയി. പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് B1 ഒറ്റ ഇതിൽ തന്നെ കിട്ടി. പിന്നെ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് ആകെപ്പാടെ 1 മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ. സ്പീക്കിംഗ് മാത്രമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അന്നേരമൊക്കെ എനിക്ക് പിന്നെ പെട്ടെന്ന് ഡേറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് കാരണമെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതിക്കൊണ്ടിരുന്നു, കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ കസിനും കൂടെയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് 2 കെട്ട് പത്രം, കന്നഡ ഭാഷയിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ 2 മൊഡ്യൂൾസിനാണ് എടുത്തത്, ലിസണിങ്ങും റീഡിങ്ങും. അത് രണ്ടും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്ന കാര്യം ഓർത്തത്. അവൾ മറന്നുപോയിരുന്നു. ഞാൻ ഓർത്തെങ്കിലും എനിക്കൊരു പേടി കൊണ്ട് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, എങ്ങനെ എല്ലാവർക്കും കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പഠിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാതാവ് അത് കൊടുക്കുമെന്ന് തോന്നിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്തിനും ഇതുകൊണ്ട് വന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആരും തന്നെ ഞങ്ങളോട് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഞങ്ങൾ ഏതൊക്കെയോ ഭാഷ പറഞ്ഞു, അവരെന്നിട്ടത് വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 4 ദിവസം കൊണ്ടാണ് ബാംഗ്ലൂരിൽ റിസൾട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ കസിൻ വിളിച്ചു, എടി റിസൾട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും ഞങ്ങൾ 2 പേരും 2 മൊഡ്യൂളാണ് എടുത്തിരുന്നത്. പക്ഷേ 1 മൊഡ്യൂൾ ഹിയറിങ്ങിന് ഞങ്ങൾക്ക് 2 പേർക്കും സെയിം മാർക്കിൽ ഞങ്ങൾ പാസ്സായി. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഏജൻസിയുടെ ആഡ് കണ്ടിട്ട് വിളിച്ചു. അവിടെ 2 മൊഡ്യൂൾസ് കൊണ്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തു.
അവിടെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആണെന്ന്. അപ്പോൾ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് 1 വർഷം കഴിഞ്ഞതായിരുന്നു, ഒരെണ്ണം ഈ ഏപ്രിലിൽ 1 വർഷം ആകുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ജർമ്മനിയിൽ ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ പോകണമെങ്കിൽ 1 വർഷത്തിന് മേളിലായ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ, വിസ റിജക്ഷൻ വരുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിന് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരെണ്ണം എംപ്ലോയർ ഇൻ്റർവ്യൂവും അതിന് മുൻപായിട്ട് നമ്മൾ ആ എംപ്ലോയർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ലാംഗ്വേജ് പോരാത്തത് കൊണ്ട് ഞാൻ ഫെയിലായി. അതിലും ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചും പിന്നെ പച്ചത്തിരിയും നീളത്തിരിയും കത്തിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇനി എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ 1000 മണി ജപമാലയും കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചോളാം, ഞാൻ പാസ്സാകുവാണെങ്കിലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി. ഞാൻ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞ 1000 മണി ജപമാല ഞാൻ ചൊല്ലി തീർത്തു. അത് കഴിഞ്ഞിട്ട് എംപ്ലോയർ ഇൻ്റർവ്യൂ വന്നതും ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നെങ്കിലും അതിൽ ഞങ്ങൾക്ക് ആർക്കും റിസൾട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ മാതാവിനോട് 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് ഇതുപോലെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ജാനുവരി 28-ാം തീയതി വിസയ്ക്ക് വെച്ചു. 29-ാം തീയതി വിസയ്ക്ക് വെച്ചു. അപ്പോഴും എനിക്ക് കോൺട്രാക്റ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം വരെ. VFSന് ഡേറ്റ് എടുത്തതും ഞാൻ കോൺട്രാക്റ്റ് കിട്ടാതെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞൊക്കെ എനിക്ക് കിട്ടിയതൊക്കെ. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും ഞാൻ അത് വെച്ചിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റി. അങ്ങനെ എനിക്ക് ഫെബ്രുവരി 28-ാം തീയതി എനിക്ക് വിസ വന്നു. അതിൽ വിസ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഈശോയും എനിക്കത് തന്നു. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് കാത്തിരുന്ന എൻ്റെ വിസയാണ്, എനിക്കത് അമ്മ മാതാവ് ഈശോയും തന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഏപ്രിൽ 2-ാം തീയതി പോകുവാണ് ജർമ്മനിക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഞാൻ പോവാണ്. ഈശോയ്ക്ക് അമ്മ മാതാവിന് ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മേത്തുണ്ടായിരുന്ന അലർജി വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ചെറുതിലെ തൊട്ടുള്ളതാണ്. എന്തിൻ്റെയാണ് കാരണമെന്നൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല. ചെറുതിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആശുപത്രിയിൽ പോകും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് കിട്ടും, പെട്ടെന്ന് അത് മാറും, അത് കഴിഞ്ഞ് പിന്നെയും വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചിലർ ഇപ്പോൾ അലോപ്പതി പോകുമ്പോഴത്തേക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ പോയപ്പോൾ ക്ലൈമറ്റിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ കുറേ മരുന്ന് കഴിച്ചു. അപ്പോൾ കുറച്ച് കുറയും, അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അന്നേരം എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ മേത്ത് തേൻ പുരട്ടുകയും പിന്നെ ഉപ്പുവെള്ളത്തിൽ കാല് കഴുകുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എൻ്റെ അലർജിയും മാറ്റിത്തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി വഴി എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. എനിക്ക് ഒന്നെല്ലാം കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കാനൊക്കെ ആണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ തന്നെ ഒരു രഹസ്യം തന്നെ ചെല്ലാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് എനിക്ക് എവിടെയെങ്കിലും പോകുന്ന വഴിക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചെല്ലാനും പിന്നെ എനിക്ക് ഒട്ടും പറ്റുമെന്ന് വിചാരിച്ച കാര്യമല്ല ഈ 1000 മണി ജപമാലയൊക്കെ, അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതിൽ അധികം പ്രാവശ്യം ഞാനിപ്പോൾ ചെല്ലുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ബൈബിള് ഫുള്ളായിട്ട് വായിച്ചു തീർക്കാൻ പറ്റി. ഇതൊക്കെയാണ് അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാനും അപ്പച്ചനും കൂടെ പത്രം വാങ്ങിക്കും. എന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിലും റോഡിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അടുത്തുള്ള മേഴ്സി ഹോമിൽ പോവുകയും അവർ കാണുകയും പിന്നെ കയ്യിൽ കാശൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. പിന്നെ അല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. പിന്നെ പള്ളിയിൽ എന്തെങ്കിലും ശുശ്രൂഷകൾക്കൊക്കെ വിളിച്ചാൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് സമയം ഒരു 2:30-ക്കായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് വിസ വരുമ്പോഴത്തേക്കും 7ാമത്തെ പേജിൽ വന്നോ, 7 അല്ലെങ്കിൽ 3 ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അതെനിക്ക് 7ാമത്തെ പേജിലാണ് മാതാവ് എനിക്ക് വിസ അടിച്ചു തന്നത്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു.
നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കേയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. സങ്കീർത്തനം 66, 9, 10 വചനങ്ങളാണ്. ദൈവം തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുകയും പരീക്ഷണങ്ങളിലൂടെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വെള്ളി തീയിൽ വെച്ചാൽ അതിലെ അശുദ്ധികൾ നീങ്ങുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ദൈവം നമ്മെ കൂടുതൽ വിശുദ്ധരാക്കാൻ അനുവദിക്കുന്ന ഓരോ സാഹചര്യങ്ങളാണ്. ഉടമ്പടിയിൽ നാം ഓരോരുത്തരും ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം സമർപ്പിക്കുകയാണ്. ചിലപ്പോൾ ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നില്ല. ചിലപ്പോൾ ദൈവം നമ്മെ വിശ്വാസത്താൽ വളരാൻ പരീക്ഷണങ്ങൾ അനുവദിക്കാം. വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവം നമ്മെ ശുദ്ധീകരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും വിശുദ്ധീകരണവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു മകളുടെ സാക്ഷ്യമാണ് അലീന നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷണങ്ങൾ പോലും അവസാനം അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നതാണ് ഉടമ്പടി ജീവിതം. അലീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ഈ മകൾ പറയുന്നത്, ഏപ്രിൽ 2-ാം തീയതി ഈ മകൾ ജർമ്മനിക്ക് പോവുകയാണ്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. കാരണം 7-ാമത്തെ പേജിലാണ് വിസ അടിച്ചിരിക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സമയം 2:30 സമയമായിരുന്നു. അത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമാണ്. അതിനാലാണ് ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് തന്നെയാണ് ഈ മകൾ ഇവിടെ നിൽക്കുന്നതെന്നാണ്. അലർജി വന്നപ്പോഴും ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. എന്ത് ആവശ്യത്തിന് വേണേലും ഉടമ്പടി വസ്തുക്കൾ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യമാണ്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അലീനയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.